പുലരിയിൽ നമ്മൾ ഒട്ടനവധി വിഷയങ്ങൾ ചർച്ച ചെയ്തു. തുടക്കം മുതൽ ഇങ്ങോട്ട് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ, ഇന്ന് വാർത്ത ആകാനിരിക്കുന്നവ, ഇന്നലെ ലേറ്റ് നൈറ്റിൽ സംഭവിച്ച പ്രധാനപ്പെട്ട രാജ്യാന്തര വാർത്തകളൊക്കെ ഈ മണിക്കൂറിൽ നമ്മോടൊപ്പം ചേരുന്ന പ്രേക്ഷകരുണ്ടാകും. നിങ്ങൾക്കായി ചെറിയ ചെറിയ നോട്ടുകൾ കൂടി ഈ വാർത്തകളിന്മേൽ ഞങ്ങൾ നൽകുകയാണ്. സംസ്ഥാനത്ത് മരുന്നുകളുടെ ഗുണനിലവാര പരിശോധന കർശനമാക്കുമെന്ന് ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം. ഗുണനിലവാരമില്ലാത്ത മരുന്നുകൾക്ക് കേന്ദ്ര സർക്കാർ വിലക്ക് ഏർപ്പെടുത്തിയാണ് പരിശോധന കർശനമാക്കുന്നത്. ഗുണനിലവാരമില്ലാത്ത മരുന്നുകളുടെ ഉപയോഗം ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നേരത്തെ തന്നെ കേരളത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്നുകളും ജീവൻ രക്ഷാ മരുന്നുകളും ഉൾപ്പെടെയുള്ള 35 ഇനം അലോപ്പതി മരുന്നുകൾക്ക് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഹാർട്ട് അറ്റാക്ക് തുടങ്ങിയ രോഗങ്ങൾക്കുള്ള മരുന്നുകളുടെ മിശ്രിതങ്ങളും നിരോധിത പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഗുണനിലവാരമില്ലാത്ത ഇത്തരം മരുന്നുകളുടെ ഉപയോഗം ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നൽകുന്ന മുന്നറിയിപ്പ്. ഈ സാഹചര്യത്തിലാണ് കേരളത്തിൽ മരുന്നുകളുടെ ഗുണനിലവാര പരിശോധന കർശനമാക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ സാമ്പിളുകൾ പരിശോധിക്കുമെന്ന് ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം അറിയിച്ചു. ദേശീയ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ നടത്തിയ പരിശോധനയിൽ ഗുണനിലവാരമില്ലാത്തതായി കണ്ടെത്തിയ 56 ബാച്ചുകളിൽ 21 ബാച്ചുകൾ കേരളത്തിലെയായിരുന്നു. ചില സ്വകാര്യ കമ്പനികൾ നൽകുന്ന മരുന്നുകളാണ് വ്യാപകമായി ഗുണനിലവാരമില്ലാത്തതായി കണ്ടെത്തിയിട്ടുള്ളത്. മരുന്നുകൾ കഴിച്ച ശേഷം എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാലോ പരാതി ലഭിച്ചാലോ മാത്രമാണ് മരുന്ന് വിതരണം നിർത്തി ഗുണനിലവാര പരിശോധന നടത്തുന്നത്. വ്യാപകമായി വിതരണം ചെയ്തതിനു ശേഷം പിന്നീട് നിർത്തിവെക്കുന്നത് വഴി കോടികളാണ് സർക്കാരിന് സാമ്പത്തിക നഷ്ടം. വിതരണത്തിന് മുൻപ് പരിശോധന നടത്താൻ കൃത്യമായ സംവിധാനം ഒരുക്കണമെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. ജനം, തിരുവനന്തപുരം.